വിഷയം ലിബറൽ കാലത്തെ വിദ്യാർത്ഥിത്വം വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നിൽ മുന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ലിബറൽ കാലത്തെ വിദ്യാർത്ഥിത്വത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ആദ്യം ലിബറലിസം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലിബറലിസം എന്ന ഒരു ആശയത്തെക്കുറിച്ച് ലിബറൽ വാദികൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് മുമ്പിൽ യാതൊരു വിധത്തിലുള്ള ചട്ടക്കൂടുകളും പാടില്ല, തനിക്ക് മുന്നിൽ എല്ലാം തുറന്നിടണം. അഥവാ താൻ എന്താണ് ചെയ്യുന്നതെന്നോ തനിക്കെതിരെ താൻ എന്ത് ചെയ്യുന്നു, താൻ എന്ത് ചെയ്യണമെന്ന് മറ്റൊരാളെ പറയാൻ അനുവദിക്കാതിരിക്കുന്നതോ ആയിട്ടുള്ള തനിക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം തനിക്ക് സമൂഹത്തിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് അത്തരത്തിലൊരു സ്വാതന്ത്ര്യം തനിക്ക് ലഭിക്കണം എന്നാണ് ലിബറൽ വാദികൾ ലിബറലിസത്തെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഇത് വിദ്യാർത്ഥികളിലേക്ക് വരുമ്പോൾ കൂടുതൽ കഠിനമാവുകയാണ്. വിദ്യാർത്ഥി മനസ്സുകളിൽ അഥവാ ടീനേജുകളിൽ വരുന്ന കൂടുതൽ അപ്രസക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു യുവത്വ കാലത്ത് ടീനേജിലേക്ക് വരുമ്പോൾ ഇതിനെ പല അർത്ഥത്തിലേക്കും ഈ ഒരു ലിബറൽ വാദികൾ കാരണം പല രൂപത്തിലേക്കും ഈ ലിബറലിസം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു എക്സിൽ ഒരു ട്വീറ്റ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ആ ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്ലാസ് മുറികളിലെ പേക്കുത്തുകൾ കാരണം, ലിബറലിസ്റ്റുകളുടെ പേക്കുത്തുകൾ കാരണം ഇന്ന് ക്ലാസ് മുറികളിലേക്ക് തൻ്റെ മക്കളെ അയക്കാൻ തനിക്ക് ഭയമാണ് എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ വേദനാജനകമായിട്ടുള്ള ഒരു ട്വീറ്റ് കഴിഞ്ഞ ദിവസത്തിൽ എക്സിൽ കാണാൻ ഇടയുണ്ടായി. കാരണം വിദ്യാർത്ഥികളിൽ, ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ലിബറലിസം കൊണ്ടുവരുന്നത് കൊണ്ടുള്ള പ്രശ്നം പല രൂപത്തിലാണ്. ഈ ലിബറലിസം കൊണ്ടുവരുന്നതിന് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം മനുഷ്യന് എന്തും ചെയ്യാൻ പറ്റും എന്നതാണ്. മനുഷ്യന് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നതാണ്. അപ്പോൾ ലഹരിക്കടിമപ്പെടാം. ലഹരി ഉപയോഗിക്കുന്നത് തൻ്റെ ഇഷ്ടമാണ്, തൻ്റെ മാനസിക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് താൻ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് യുവസമൂഹം മാറിയേക്കാം. ഇന്നത്തെ കാലത്ത് നാം കൂടുതൽ കാണുന്ന, ക്യാമ്പസുകളിൽ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. താൻ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹത്തിലേക്ക് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ മാറുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഈ ഒരു ലിബറലിസത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ലിബറൽ വാദികളായിട്ടുള്ള ഇന്നിന്റെ സമൂഹത്തെ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ ലിബറൽ വാദം അഴിച്ചു വിടുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തന്നെയാണെന്നും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മീറ്റിങ്ങുകളിലും മറ്റും ലിബറൽ വാദികൾ പറയപ്പെടുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നാണ്. നിങ്ങൾ എന്താണ് എന്നത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ്. എന്നാൽ ഇസ്ലാം നമുക്ക് നൽകുന്നത്, ഇസ്ലാം നമുക്ക് ഒരു ചട്ടക്കൂട് വെക്കുന്നുണ്ട്. മതം എന്നത് ഒരു ചട്ടക്കൂടാണ്. അതിൽ ഇസ്ലാം ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ചട്ടക്കൂടൽ നമുക്ക് വെച്ചിട്ടുണ്ട്. ലിബറൽ വാദം നമുക്ക് പറ്റിയതല്ല. കാരണം ഇസ്ലാമിൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ഇന്നതിൽ നിന്ന് നാം വിട്ടുനിൽക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മതം എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടാണ്. അപ്പോൾ ലിബറൽ വാദികളുടെ മറ്റൊരു ചിന്തയാണ് മതം പാടില്ല. മതം ഉണ്ടാകുന്ന പക്ഷം നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. ഇത്തരത്തിലുള്ള ആശയങ്ങൾ അഴിച്ചുവിടുന്നത് വഴി നിരീശ്വരവാദത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം കടക്കുകയാണ്. എന്നാൽ നമുക്ക് നോക്കാം, നമ്മുടെ സർഗോത്സവിന്റെ പ്രധാനപ്പെട്ട തീം എന്താണ്? സെലിബ്രേഷൻ ലിമിറ്റേഷൻ എന്നാണ്. അഥവാ നമ്മുടെ ആഘോഷങ്ങൾ ലിമിറ്റേഷനുകൾ അകത്ത് കൊണ്ടുവരണം എന്നാണ്. എന്നാൽ ലിബറൽ വാദികൾക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. തനിക്ക് എന്തും തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലൊരു സ്വാതന്ത്ര്യം തനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഈ ലിബറൽ വാദികളുടെ ചിന്താഗതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.